KSRTC പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കൊല്ലം ജില്ലാ കൺവെൻഷൻ മാർച്ച് 1 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. മുൻ MLA ഐഷ പോറ്റി ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. KSRTC പെൻഷൻകാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ TPWA കൊല്ലം ജില്ലാ കൺവെൻഷൻ 2026 മാർച്ച് 1 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കൊട്ടാരക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഹാളിൽ നടക്കും. മുൻ MLA ഐഷ പോറ്റി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് P. അനിൽ പടിക്കൽ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി VK രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. DCC ജനറൽ സെക്രട്ടറി ഹരികുമാർ, സംസ്ഥാന ജില്ലാ നേതാക്കളായ AS വസുന്ധരൻ പിള്ള, KG രാജേഷ്, S. വേണു, H. ഹാരിസൺ, ക്ലാവറ സോമൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തും. കഴിഞ്ഞ 2 ശമ്പള പരിഷ്കരണങ്ങളിലും, അതായത് 2016-ലും 2021-ലും കഴിഞ്ഞ 10 വർഷക്കാലം LDF ഗവൺമെന്റ് ഭരണം നടത്തിയിട്ടും KSRTCയിലെ പെൻഷൻകാർക്ക് അതായത് ക്ഷാമാശ്വാസം അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഒരു തൊഴിലാളി സർക്കാരാണ്, ഒരു തൊഴിലാളികളുടെ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റാണ് KSRTCയിലെ പെൻഷൻകാർക്ക് 1 രൂപ പോലും. പെൻഷൻകാരുടെയും KSRTC ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെ വോട്ടുകൾ കൂടിയാകുമ്പോൾ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കൊട്ടാരക്കരയിൽ ജയപരാജയങ്ങൾ നിർണയിക്കാൻ പര്യാപ്തമായ വോട്ട് ഷെയറാണ് KSRTCക്കാർക്കുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. KSRTCക്കാർക്കെതിരെ നിലപാടെടുക്കുന്ന രാഷ്ട്രീയക്കാർക്കുള്ള ഒരു താക്കീതെന്ന നിലയിലാണ് കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നും KSRTCക്കാരുടെ പ്രതിഷേധത്തിന് തുടക്കം കുറിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സെക്രട്ടറി KG രാജേഷ്, ജില്ലാ പ്രസിഡന്റ് P. അനിൽ പടിക്കൽ, ജില്ലാ സെക്രട്ടറി S. വേണു, ഭാരവാഹികളായ ഹാരിസൺ, ക്ലാവറ സോമൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.